കോട്ടയത്തെ കോരുത്തോട് തോപ്പിൽ കടവ് പാലം 2018 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പ്രളയകാലമാണ്. അന്ന് ആ പ്രളയം എടുത്തുകൊണ്ട് പോയതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് പാലത്തിൽ. പിന്നെ ഇങ്ങനെ വർഷങ്ങൾ നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി താ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ എന്നൊക്കെ പറഞ്ഞു നടന്നു. പക്ഷേ ആരും കാര്യമായി മൈൻഡ് ചെയ്തില്ല. അവസാനം ശരി അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് നാട്ടുകാർ കരുതി അവരൊരു പാലം പണിതു. കാണാം. ജനപ്രതിനിധികൾ കണ്ടച്ചപ്പോൾ ജനങ്ങൾ ഒരുമിച്ചു. ജനകീയ സമിതി ഉണർന്ന് പ്രവർത്തിച്ചതോടെയാണ് കോരുത്തോട് തോപ്പിൻകടവിൽ അഴുതയാറിന് കുറുകെയുള്ള പാലം യാഥാർത്ഥ്യമായത്. 2018 പ്രളയത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം തകരുന്നത്. പാലം തകർന്ന് 6 വർഷമായിട്ടും പുതിയ പാലം നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെയാണ് നാട്ടുകാർ ഒരുമിച്ചത്. തങ്ങളെ വേണ്ടാത്ത ജനപ്രതിനിധികൾ ആരും തങ്ങൾ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടകരാകണ്ടെന്നും അവർ തീരുമാനിച്ചു. ജനകീയമായി സംഘടിപ്പിച്ച ചടങ്ങിൽ MG സർവകലാശാല MSc പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ വൃന്ദ സാബു പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലത്തിന്റെ നിർമ്മാണത്തിനായി സേവന പ്രവർത്തനം നടത്തിയവരെ യോഗത്തിൽ ആദരിച്ചു. നേരത്തെ പാലമില്ലാത്തത് മൂലം കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയിലൂടെയായിരുന്നു പ്രദേശവാസികളുടെ യാത്ര. മഴക്കാലത്ത് ആറ്റിൽ വെള്ളം ഉയരുന്നതോടെ ഇതും മുടങ്ങുന്ന സ്ഥിതിയായിരുന്നു. വനം വകുപ്പ് നൽകിയ 2 ലക്ഷം രൂപയൊഴിച്ച് പാലത്തിന്റെ നിർമ്മാണത്തിനായി വേണ്ടിവന്ന പണം നാട്ടുകാർ തന്നെ സ്വയം കണ്ടെത്തി. ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പഞ്ചായത്തിൽപ്പെട്ട 8ാം വാർഡിനെയും കോട്ടയം ജില്ലയിലെ കോരുത്തോട് പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. കോട്ടയത്ത് നിന്ന് ഷിനോജ് നമുക്കൊപ്പം ഉണ്ടായിരിക്കും. ആ ഉദ്ഘാടനത്തിനെത്തിയ പെൺകുട്ടിക്കും വലിയ സന്തോഷമായിരിക്കും. നാട്ടിൽ അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നത് അവരുടെ ഒരു പഠന മികവിനെ മറ്റൊരു തരത്തിലൊരു ആദരം അവിടെ കിട്ടുക. ഒപ്പം രാഷ്ട്രീയക്കാർക്കോ നമ്മുടെ സംവിധാനത്തിനോ ഒട്ടും അഭിമാനിക്കാവുന്ന കാര്യമല്ല നാട്ടുകാർ ഒരു പണി ചെയ്യേണ്ടി വരിക എന്നത്. ഷിനോജെ, നാട്ടുകാരുടെ ആത്മവിശ്വാസവും ഇതൊക്കെ നമ്മൾ അതിനെ കൈയടിക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ കണ്ടു പലരും പഠിക്കണം അല്ലേ? ദിവിഷ്, എന്നതിനായാലും അവിടുത്തെ ഈ നാട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗതികേടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 6 വർഷം ഒരു പാലത്തിന് വേണ്ടി അവർക്ക് അറിയാവുന്ന ജനപ്രതിനിധികളെയും അവർക്കറിയാവുന്ന ഈ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങുന്നു. അതിലൊരു ഫലവും ഉണ്ടാകുന്നില്ല. തുടർന്നാണ് അവരുടെ കാശ് മുടക്കി ഇത്തരത്തിലൊരു പാലം ഉണ്ടാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. 2018 പ്രളയത്തിലാണ് ഈ പാലം, കോൺക്രീറ്റ് പാലമായിരുന്നു, കോൺക്രീറ്റ് പാലം തകർന്നത്. ആ സമയത്തൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2-3 മാസത്തിനുള്ളിൽ ആദ്യം ഈ പാലം പൂർത്തിയാക്കുമെന്നായിരുന്നു അന്നത്തെ വാഗ്ദാനമൊക്കെ. പക്ഷേ 2-3 മാസമല്ല, 6 വർഷമായിട്ടും ഈ പാലത്തിൻ്റെ പണി ഒന്ന് തുടങ്ങാൻ പോലും ആരും തയ്യാറായില്ല. നാട്ടുകാരൊക്കെ അവർക്കറിയാവുന്ന ജനപ്രതിനിധികളെയും അധികാരികളും ഒക്കെ പലതവണ കണ്ടു, നേരിട്ട് സംസാരിച്ചു. എന്നിട്ടും തന്നെ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായില്ല. ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പഞ്ചായത്തിനെയും അതുപോലെ കോട്ടയം ജില്ലയിലെ കോരുത്തോട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പാലം എന്ന് പറയുന്നത്, കോൺക്രീറ്റ് പാലം. അത് 2018 കൂടിയാണ് തകർന്നത്. അതിനുശേഷം 6 വർഷവും അവരുടെ ഈ 2 അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രധാനപ്പെട്ട പോക്ക് എന്ന് പറയുന്നത് ചങ്ങാട ഉപയോഗിച്ചായിരുന്നു. മഴയൊക്കെ ഒന്ന് കനത്താൽ തന്നെ അങ്ങോട്ടുള്ള യാത്ര തന്നെ നടക്കില്ല. ആ രീതിയിലുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്തരത്തിലൊരു പാലം. പക്ഷേ ഈ ജനപ്രതിനിധികളും അധികാരികളൊക്കെ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് അവരുടെ ഒരു മുന്നിലുണ്ടായിരുന്നത് സ്വന്തം പണം ഉപയോഗിച്ച് നിർമ്മിക്കുക എന്ന് മാത്രമായിരുന്നു. അങ്ങനെയാണ് ഒരു ജനകീയ സമിതിയും ഒക്കെ ചേർന്ന് അവരുടെ പണം ഉപയോഗിച്ച് ഇത്തരത്തിലൊരു തൂക്കുപാലം അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ തൂക്കുപാലം എന്തായാലും തയ്യാറായപ്പോൾ പിന്നിൽ വന്ന ചോദ്യമാണ് ഇതിനി ആര് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളത്. സാധാരണ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഇത്തരത്തിൽ പാലമൊക്കെ ഒന്നുകിൽ അവിടുത്തെ MLA, പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. പക്ഷേ ഞങ്ങളെ വേണ്ടാത്ത ഈ അധികാരികൾ ഞങ്ങൾക്കും വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. കഴിഞ്ഞ MG സർവകലാശാലയിലെ MScയിൽ നിന്ന് 1ാം റാങ്ക് കൂടി പാസ്സായി അവരുടെ നാട്ടുകാർ തന്നെയായ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഈ പാലം അവർ ഉദ്ഘാടനം ചെയ്യുന്നു. എന്തായാലും എല്ലാവരും ഇപ്പോൾ സന്തോഷമാണ്. എന്തായാലും പറയാനുള്ളത് ഇതുപോലൊരു ഗതികേട് ഇനി മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇത്തരത്തിൽ 6-7 വർഷമൊക്കെ ഒരു പാലത്തിന് ശരിയാണ് ഷിനോജ്. ഇപ്പോൾ നാട്ടുകാരല്ലല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്, അതിനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പക്ഷെ അവർ ചെയ്യാതെ വരുമ്പോൾ നാട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ ഇടപെടേണ്ടി വരുന്നു. അത് കഷ്ടമാണ്. പക്ഷേ നാട്ടുകാരുടെ മനസ്സിനെ നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. അതിന് തീർച്ചയായും അഭിനന്ദനങ്ങളും. ശരി ഷിനോജ്.